ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സഡ് വെജ് പറാത്തയാണ്. ഇത് കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തയക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും പട്ടാണിയുമാണ്. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. അത് നല്ലപോലെ കഴുകി ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്കിതിനായിട്ട് മാവ് തയ്യാറാക്കി വയ്ക്കാം. ഗോതമ്പ് മാവ് 1 കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഓമം അജ്വൈൻ അതും കുറച്ച് ഒരു നുള്ളു ചേർത്തിട്ട് 1 ടീസ്പൂൺ എണ്ണയും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ട് വേണം മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാലേ നല്ല സോഫ്റ്റായിട്ടുള്ള നമുക്ക് പറാത്ത കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുഴച്ചെടുത്തിട്ട് അവസാനം കുറച്ച് എണ്ണ മുകളിലേക്ക് തടവിയിട്ട് നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം ഒരു 20 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കെടുത്തിട്ട് ഞാനിതിൽ 1 ഉരുളക്കിഴങ്ങും 2 ചെറിയ ക്യാരറ്റും കുറച്ച് പട്ടാണിയുമാണ് ചേർത്തത്. അപ്പോൾ ഇതിൽ നമുക്കൊരു 8 പറാത്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏകദേശം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായി ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തത്, അല്ലെങ്കിൽ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്താലും മതിയാകും. പച്ചമുളക് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, ഗരം മസാല പൊടി 1/4 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, പിന്നെ മല്ലി പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വീണ്ടും മാഷ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇത് നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേവിക്കുമ്പോൾ ഒഴിച്ച വെള്ളം അരിച്ചെടുത്തതിന് ശേഷം വെള്ളം മാറ്റിയതിന് ശേഷം വേണം ചേർക്കാൻ. അപ്പോൾ കട്ടിയായിട്ടുള്ള മിക്സ്ചർ കിട്ടും. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം. അല്ല, നിങ്ങൾക്കത് കുറച്ച് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ 1 മിനിറ്റ് അതൊന്ന് അടുപ്പിൽ വെച്ച് ഇളക്കിയ ശേഷം നിങ്ങൾ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള മിക്സ്ചർ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ കട്ടിയായതിനു ശേഷം നമുക്കത് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ചപ്പാത്തി മാവ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആ സ്റ്റഫിങ് അതിലേക്ക് വെച്ചിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സഡ് വെജ് പറാത്ത ചുട്ടെടുക്കാനായിട്ട് റെഡിയാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വേണം ഇത് കവർ ചെയ്തിട്ട്. കൂടുതൽ മാവുണ്ടെങ്കിൽ അത് അടച്ച ശേഷം അതെടുത്ത് നീക്കി മാറ്റുക. എന്നിട്ട് നമുക്കത് വീണ്ടും ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അതുപോലെ മാവിലൊന്നും കൂടെ മാവ് തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ് ചപ്പാത്തി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് പരത്തിയെടുത്ത് കഴിഞ്ഞു. വേറൊരു രീതിയിലാണെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് തന്നെ മാവ് ഒന്ന് പരത്തിയെടുത്തിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുത്തിന് അതിന് ശേഷം ഈ വെജിറ്റബിൾസ് അതിലേക്ക് സ്റ്റഫ് ചെയ്തിട്ട് അങ്ങനെയും പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചൂടായ തവയിലേക്ക് ഈ ചപ്പാത്തി ഇട്ട് നമുക്ക് 2 സൈഡും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. നിങ്ങൾക്കതിൽ ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ നല്ല സ്വാദുള്ള ചപ്പാത്തി ആയിരിക്കും, നമുക്ക് പറാത്ത ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതിയാകും. നെയ്യ് ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. ഇത് രണ്ടുമല്ല, നിങ്ങൾക്ക് ഓയിലാണ് സാധാരണ എണ്ണയാണ് ചേർക്കുന്നതെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് 2 സൈഡും നല്ലപോലെ ഒന്ന് ആദ്യം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നെയ്യ് ചേർത്തിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ഒരു തുണി വിരിച്ച പ്ലേറ്റിലോ അല്ലെങ്കിൽ നല്ല തുണി, വെളുത്ത തുണിയോ എല്ലാം വിരിച്ച പ്ലേറ്റിൽ മാറ്റാം. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അതിൽ വെച്ചിട്ട് അതിലേക്ക് ഇതെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഒന്ന് ചൂടുണ്ടെങ്കിൽ അടിയിൽ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നല്ല സ്വാദുള്ള മിക്സഡ് വെജ് പറാത്ത റെഡിയായി. നല്ല ചൂടോടുകൂടി ഇത് നമുക്ക് തൈരിൻ്റെ കൂടെയും അച്ചാറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിന് കൊടുത്തയക്കാനും നല്ല പറ്റിയ ഒരു റെസിപ്പിയാണിത്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.